ഒന്ന് UDF കൺവീനറിൻ്റെ ആ നിലപാടിനെ കോൺഗ്രസ് തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പക്ഷേ UDF കൺവീനർ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഉള്ളിലിരിക്കുന്ന ആശയമാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഉദാഹരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെല്ലാം അവസാന ഘട്ടം വരെ സംരക്ഷിക്കാനും ന്യായീകരിക്കാനുമാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരുന്നത് എന്നുള്ള വിഷയം എനിക്കുണ്ട്. അപ്പോൾ കേരള സമൂഹം ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ നമ്മുടെ കോടതികളുടെ പെരുമാറ്റത്തിലും കോടതികൾ നൽകുന്ന വിധിയും ഒക്കെ വലിയ ആശങ്ക ജനങ്ങളിൽ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഒരു അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുക എന്നുള്ള കുറ്റം വളരെ ഗൗരവമുള്ളതാണ്. ആ കുറ്റം ചെയ്ത ശ്രീ രാഹുൽ ഈശ്വരൻ ജാമ്യം നിഷേധിച്ച് പോലീസുകാർക്ക് ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കുന്ന കോടതി നിലപാടും വളരെ ശരിയാണ്. പക്ഷേ രാഹുൽ ഈശ്വർ ഏത് ഒരു അതിജീവിതയ്ക്കെതിരായിട്ടാണോ നിലപാടെടുത്തത്, എന്തിൻ്റെ പേരിലാണോ രാഹുൽ ഈശ്വർ ഇപ്പോൾ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് ഒരു കീഴ്ക്കോടതി തന്നെ പോലീസിന് വിട്ടുകൊടുക്കുന്നത്, ആ സംഭവത്തിന് ഉത്തരവാദി ഒരു അതിജീവിതയെ സൃഷ്ടിച്ച ലൈംഗികമായ അതിക്രമം, ആ അതിക്രമം നടത്തിയ ആളിന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ആവർത്തിച്ച് ജാമ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ധീരയായ ഒരു ചലച്ചിത്ര താരം, അവർ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് തനിക്കുണ്ടായ അനുഭവം മറ്റൊരാൾക്കും ഭാവിയിൽ ഉണ്ടാകാതിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പിന്നെ ഈ കോടതി വ്യവഹാരം നടന്നത്. ആ കോടതിയിൽ ഇപ്പോൾ വന്നിട്ടുള്ള കോടതിയുടെ വിധി കേരളത്തെ ഞെട്ടിച്ചൊരു വിധിയാണ്. സംസ്ഥാന ഗവൺമെൻറ് ഉറച്ച ഒരു സമീപനം, എല്ലാ കുറ്റവാളികൾക്കും ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തും. തെളിവുകളുടെ അഭാവം എന്നുള്ള വ്യാഖ്യാനത്തിൽ ചില പ്രധാനപ്പെട്ടവർ രക്ഷപ്പെടുത്താൻ നമ്മുടെ നീതിന്യായ സംവിധാനം തയ്യാറായത് കേരളത്തിലെ ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല എന്ന ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷെ കോടതികളിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് വലിയ തോതിൽ ഇടിയുന്ന തരത്തിലുള്ള വിധികൾ എന്തുകൊണ്ടാണ് പുറപ്പെടുവിക്കുന്നത് എന്നുള്ളൊരു സംശയം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്.